ആളിക്കത്തി എമ്പുരാനിലെ രാഷ്ട്രീയ വിവാദം. സമൂഹ മാധ്യമങ്ങളിൽ ഇടത് സംഘപരിവാർ അണികളുടെ പോര്. നേതാക്കളെ അപമാനിക്കുന്നുവെന്ന് ബിജെപി സംഘപരിവാർ അക്കൗണ്ടുകൾ. ഹേറ്റ് ക്യാമ്പയിന് പിന്നിൽ കെ സുരേന്ദ്രൻ അനുകൂലികളെന്ന് സന്ദീപ് വാര്യർ. വസ്തുതകൾക്ക് നിരക്കാത്ത സിനിമയെന്ന് ഹിന്ദു ഐക്യവേദി. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രധാന തെളിവായി മൊബൈൽ ഫോൺ. ജൂനിയർ വിദ്യാർത്ഥികൾ ഇരയായത് ക്രൂര റാഗിംഗിനെന്ന് കണ്ടെത്തൽ. കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. CPM നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസർ. സ്ഥലമാറ്റം വേണമെന്ന് ജില്ലാ കളക്ടർക്ക് അപേക്ഷ. പത്തനംതിട്ട ഏരിയ സെക്രട്ടറി MV സഞ്ജുവുമായുള്ള ശബ്ദരേഖ പുറത്ത്. വില്ലേജ് ഓഫീസറാണ് പ്രകോപിപ്പിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. PK ശ്രീമതിയോടുള്ള ഖേദം പ്രകടനം ഔദാര്യമെന്ന് B ഗോപാലകൃഷ്ണൻ. ഖേദം പ്രകടിപ്പിച്ചത് ശ്രീമതി കരഞ്ഞപ്പോൾ. സ്ത്രീയുടെ കണ്ണീരിന് തന്റെ രാഷ്ട്രീയത്തെക്കാൾ വില. ഖേദപ്രകടനത്തെ പൊലിപ്പിക്കുന്നവർക്ക് വിവരക്കേടെന്നും ഗോപാലകൃഷ്ണൻ. തൊടുപുഴയിൽ ബിജുവിനെ മർദ്ദിച്ചു കൊന്നതാണെന്ന് പ്രതി ജോമോന്റെ മൊഴി. ഗോഡൌണിൽ തള്ളിയത് മരണം ഉറപ്പാക്കിയ ശേഷം സ്വന്തം വീട്ടിലെത്തി ദേഹപരിശോധന നടത്തിയെന്നും മൊഴി. ജോമോനുമായി പോലീസിന്റെ തെളിവെടുപ്പ്. ഇന്ന് റമദാനിലെ അവസാന വെള്ളിയാഴ്ച. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നമസ്കാരങ്ങളും. പെരുന്നാളിനൊരുങ്ങി വിശ്വാസികൾ.